പിന്നെ നമ്മൾ ചിക്കമംഗലൂരുവിലേക്ക് പോവുകയാണ്. അവിടെ ശ്രീനന്ദയുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ച് അവർ വിരോധ കാര്യങ്ങളൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. വീട് മരിച്ചതായിട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാലും 1500 അടി താഴെ വീഴെന്ന് പറയുന്നു. അച്ഛനും അമ്മയും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ ആ സമയത്ത് അവരുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് ആ സ്പോട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാനേ പറ്റത്തുള്ളൂ. കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെ എന്തിനാണ് നീയൊക്കെ വീഡിയോ ചെയ്യുന്നത്, നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിനക്കൊക്കെ നല്ലത് രേണുസുതിയുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയും 2-3 കമൻറ്റ് കാണാനായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞങ്ങൾ ഇതിനേക്കാളും വലിയ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ അന്ന് മെഴുകുന്നവന്മാർക്ക് ഇതെന്താ പണിയെന്ന് എനിക്കറിയത്തില്ല. ഇടുന്നവരൊക്കെ ഇട്ട് മെഴുകിക്കും, നമുക്കൊരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എനിക്ക് ന്യൂസ് വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചു വരാം. പിന്നെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും വെക്കാം. നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വിനോദയാത്രയ്ക്കിടെ കാണാതാവുകയും 4 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം മുൻപാണ് പൂർത്തിയായത്. മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ പാലക്കാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോരാൻ തുടങ്ങുന്നു. മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. സുരേഷ്, ഈ കർണാടക പോലീസിനെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? കർണാടക പോലീസുകാരെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത ടീംസുകളാണ്. ഉള്ള കാര്യം തുറന്ന് പറയാൻ ഒട്ടും വിശ്വാസമില്ല. അവന്മാർക്ക് ആൾക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതി പോലും അറിയത്തില്ല. അതുപോലത്തെ ടീംസുകളാണ്. പൈസ കിട്ടിയവന്മാർ എന്ത് തോന്നിയാസവും കാണിക്കും, എല്ലാം മാറ്റി പറയും, എല്ലാം ചെയ്യുന്നവരാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ ഇത് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയണ്ടേ, നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരത്തില്ല. ഒന്നെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും പോലീസുകാരോ 2 പോലീസുകാരെങ്കിലും അവിടെ വേണം, പിന്നെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ഉദ്യോഗസ്ഥരാരെങ്കിലും അവിടെ വേണം, നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വേണം. ഇതൊക്കുവാണെങ്കിൽ ആ വീട്ടുകാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് വല്ലതും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഇവന്മാർ ഈ വള്ളികളൊന്നും വലുതായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് തീർത്തങ്ങ് പോകും. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് കൂടുതലും ഈ പറഞ്ഞ ലഹരി സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര പ്രശ്നം. ഇവിടെ ഓരോരുത്തർ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ പഠിച്ച് ഇറങ്ങുമ്പോൾ ലാഭിക്കാൻ വേണ്ടി മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വേറെ. ഇതൊന്നും ആരോടൊന്നും പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം നമുക്കറിയാവുന്ന ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ ടീംസുകളൊക്കെ അവിടെ പഠിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ പോകുന്നത്, ഇവിടെ നിന്ന് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നല്ല, നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, ഡ്രഗ്സ് ശരിക്കും ഉണ്ട്. ഇതൊക്കെ അടിച്ച് പൂസായിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നിട്ട് ഓരോ തോന്നിവാസം കാണിക്കുന്ന അവന്മാരും. പിന്നെ ആ മലയിലാണെങ്കിലും പ്രത്യേകിച്ച് നോക്കേണ്ട വല്ല വേറെ വഴികളോ വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്നും കൂടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. വല്ല ലോക്കൽസിനൊക്കെ അവിടെ നല്ല രീതിയിൽ അറിയാവുന്ന കുറേ വഴികളൊക്കെ കാണണം. അതൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ ഇവന്മാർ പണിയെടുക്കൂല. നമുക്കിരുന്നിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. വിവരങ്ങളുമായിട്ടുണ്ട് സാറൊക്കെ. ഇപ്പോൾ ആരൊക്കെയാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത്, മറ്റാരൊക്കെ ബന്ധുക്കൾ ഇപ്പോൾ അവിടെ താമസിക്കോ? അച്ഛനും വളരെ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം തന്നെ ചില സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് മണിക്കൂറെങ്കിലും യാത്ര വേണ്ടിവരും കടമ്പഴിപ്പുറത്തെത്താൻ. അതോടൊപ്പം തന്നെ വയനാട് വഴിയായിരിക്കും മൃതദേഹവുമായി അവർ നാട്ടിലേക്ക് എത്തുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പാതകളിലും യാത്രാ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പാത തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടി അല്ലെങ്കിൽ രാവിലെ തന്നെ മൃതദേഹം മായി അവർ കടമ്പഴിപ്പുറത്തിനെത്തും. അല്പസമയം ചെറിയ രീതിയിലുള്ള ഒരു പൊതുദർശനം, അതിന് തൊട്ട് പിന്നാലെ തന്നെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താനാണ് നിലവിൽ കുടുംബത്തിൻ്റെ തീരുമാനം. കാരണം ഏറെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണത്. കാരണം ഏറെ സന്തോഷത്തോടു കൂടി വേനലവധി ആഘോഷിക്കാനേ, അതും എത്രയോ സമ്മർദ്ദമുണ്ടായിരുന്ന SSLC പരീക്ഷയടക്കം എഴുതി കഴിഞ്ഞ് പിന്നീട് നാട്ടിലെ അടുത്ത ബന്ധുക്കളെയും അത് കൂടെ
ചേർത്തുകൊണ്ടുള്ള ഒരു വിനോദയാത്ര സന്തോഷകരമായ അതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖകരമായ മലയാളികൾ മുഴുവൻ വേദനിക്കുന്ന ചില ഓക്കെ, മലയാളികൾ മുഴുവനും വേദനിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓരോരുത്തന്മാർ ഇടുന്ന കമന്റ്സ് ഒക്കെ ഒന്ന് കാണണം, പേരൻസിനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടൊക്കെ. പിന്നെ ചിലവർ പറയുന്നത് നമ്മൾ റീലെടുക്കാൻ പോയതായിരിക്കും. അങ്ങനെ ചില ആൾക്കാർ മോശമായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളൊക്കെ കൊച്ചിന്റെ പ്രായം പോലും മനസ്സിലാക്കാതെ വെച്ചിട്ട് ബോയ് ഫ്രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ വല്ലതും ചാടിപ്പോയതാണോ അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു ഇത് രാവിലെ കുറെ എണ്ണം വന്ന് മെഴുകുകയൊക്കെ ചെയ്തത്. കമന്റ് ബോക്സ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ട, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറെ വിവരം കേട്ട ആൾക്കാരുണ്ടോയെന്ന് പോലും ഞാൻ ചിന്തിച്ചു ഒരു നിമിഷമുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അച്ഛൻ്റെ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം. ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അതെങ്കിലും ഉണ്ട്. പിന്നെ ബാക്കി അന്വേഷണത്തിന്റെ മറുപാട് നമുക്ക് കാണാം. പുള്ളിക്കാരൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പുള്ളി ഇല്ലാണ്ടായ ഒരവസ്ഥയായിപ്പോയി. ആർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് സത്യം പറഞ്ഞാൽ. ആർക്കും ഈ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ടായി നിലനിൽക്കുന്നുണ്ട്. പറയാനുള്ള പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോളെ 7-ാം തീയതിക്ക് മിസ്സിങ് ആയതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ബോഡി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കണം എന്നുള്ളത് ഇപ്പൊ പോലീസിന്റെ കടമയാണ്. അവർ നോക്കി കണ്ടുപിടിക്കട്ടെ. പിന്നെ അതുമാതിരി തന്നെ ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ ഇറക്കി എന്നാലാണ് നമുക്ക് എന്താന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ബോഡി താഴ്ന്ന് കിട്ടി. എങ്ങനെ ബോഡി താഴെ വന്നു എന്നുള്ളത് ഫർദർ അന്വേഷണം ആവശ്യമാണ്. അതായത് ചെയ്യുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമുക്കിങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്ത് ഇതുമാതിരി പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എല്ലായിടത്തും കേരള ഗവൺമെന്റ് പിന്നെ കർണാടക ഗവൺമെന്റ് തലത്തിലും എല്ലായിടത്തും നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ സപ്പോർട്ടുകളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ വളരെ നന്ദി പറയുകയാണ്. തുടർന്നുള്ള അന്വേഷണത്തിലും എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അന്വേഷണങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് ഉചിതമായി ആക്കി തന്നതെന്ന എല്ലാ മീഡിയക്കാർക്കും നന്ദി വരാൻ. തുടർന്നും ഇതിന്റെ ബാക്കിയുള്ള അന്വേഷണത്തിലും കൂടെ സഹകരണം വേണമെന്ന് പ്രാഥമികമായിട്ട് ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ബോഡി കാണാനില്ല, മിസ്സിംഗ് ആയിരുന്നു. ബോഡി ഇന്നിപ്പോൾ താഴ്ന്ന് കിട്ടിയിട്ടുണ്ട്. ബോഡി എങ്ങനെ താഴെ വന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ടായതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പറയുന്നത് ചില ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ ഈ കമ്പയിലൊക്കെ തൂങ്ങി കിടക്കുന്നതൊക്കെ അത് വെച്ച് കുറെ ആൾക്കാരൊക്കെ സംസാരിക്കുകയൊക്കെ ഈ ഡ്രസ്സ് എങ്ങനെ ഇവിടെ വന്നതെന്നൊക്കെ. ചിലപ്പോൾ നോർമലി അത് വന്ന് കിടന്നതായിരിക്കാം, മേളിൽ നിന്നൊക്കെ താഴോട്ട് ആരെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞായിരിക്കും. പിന്നെ കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അത് ഈ കൊക്കയിൽ വീഴുന്ന സമയത്താണെങ്കിലും കമ്പും ചുള്ളിയൊക്കെ ആണെങ്കിലും കൊണ്ടാണെങ്കിലും അത് കീറാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഒന്നും സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അപ്പം കർണാടകയിൽ നിന്ന് അത് കൊണ്ടുവന്നിട്ട് അതിപ്പോൾ വയനാട് വഴിയാണ് വരുന്നത്, 8-9 മണിക്കൂർ എടുക്കും. നമ്മളിവിടെ ഒന്ന് ചെയ്താൽ അത് അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നൊരു കാര്യം. കാരണം അവിടുത്തെ ഗവൺമെൻറ്റിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും അത് ആ ഒരു രീതിയിലേ പോകത്തുള്ളൂ കാര്യങ്ങൾ. അവരത്ര കാര്യഗൗരവമായിട്ട് എടുക്കത്തില്ല പല കാര്യങ്ങളും. അത് അവിടുത്തെ രീതി അങ്ങനെ. പൈസ എത്ര കൊടുത്താലും അമ്മമാർക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവരുടെ സൈഡിൽ നിൽക്കും, 1000 രൂപ കൂടുതൽ കൊടുത്ത് അപ്പുറത്തെ സൈഡിൽ നിൽക്കും. ആ ടീംസുകളാണ് അവിടെ ഉള്ളവർ നിൽക്കുന്നുണ്ട്. അത് പിന്നിപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ആശങ്ക ക്ലിയർ ആയി കിട്ടും. അല്ല, ഇത് റിപ്പോർട്ട് വരുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പുള്ളൊരു വീഡിയോ കേട്ടോ. അതെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ സൈഡിൽ നിന്ന്. ബോഡി ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു 1 or 2 hours കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചുകൊണ്ട് ആശങ്ക നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാറ്റി അത് പോലീസ് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അവർ തെളിയിച്ചു തരും. എങ്ങനെ വന്നു എന്നുള്ളത് തെളിയിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കത് അന്വേഷണത്തിൽ നിലവിൽ തൃപ്തി തന്നെയാണ്. നമുക്കിപ്പോൾ എന്തായാലും കുറച്ച് കിട്ടാൻ ഡിലേ ആയി. അതിപ്പോൾ പക്ഷേ ഒരുവിധം എല്ലാം
കോഴ്സുകളും എല്ലാം ഒന്നിച്ച് ഏകോപിപ്പിച്ച്, കാരണം ആദ്യം നമുക്ക് സീരിയസ്നെസ് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തിനെക്കാട്ട് രണ്ടാമത്തെ ദിവസം കൂടുതൽ കോഴ്സ് ഇട്ടു, തേർഡ് അതിലും കൂടുതൽ കോഴ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ട്. തട്ടിക്കൊണ്ടുപോയ സാധ്യത അങ്ങനെ നമുക്ക് ഇല്ലാതില്ല. അപ്പം അതന്നെ പറഞ്ഞാൽ അതിപ്പോൾ അടുത്ത അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് അന്വേഷിച്ചാൽ നല്ലതാണെന്ന് അതെനിക്ക് തോന്നുന്നത്. അവിടുത്തെ CCTVയും കാര്യങ്ങളും ഒക്കെ എവിടെയോ എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പോഴാണെങ്കിലും പോലും. ഓക്കെ, എന്തായാലും സത്യം തെളിയട്ടെ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.